നമസ്കാരം, പഞ്ചാമൃതത്തിലേക്ക് സ്വാഗതം. കൈലാസ് മാനസരോവർ യാത്രയുടെ 9ാം ദിവസം ടിബറ്റിലെ തക്ലാക്കോട്ടിലാണ് നമ്മളിപ്പോൾ. ബുരാങ് വാലി എന്നറിയപ്പെടുന്ന തക്ലാക്കോട്ടിലേക്ക് ലിപുലേഖ് ചുരത്തിൽ നിന്നും 15 കിലോമീറ്ററിൽ താഴെ മാത്രമേ ദൂരമുള്ളൂ. ഏകദേശം ഒരു 10 മണിയോടെ താമസം ഏർപ്പാടാക്കിയിരുന്ന ഹോട്ടലിലെത്തി. യാത്രയുടെ 9ാം ദിവസവും 10ാം ദിവസവും ചെലവഴിക്കുന്നത് തക്ലാക്കോട്ടിലായിരുന്നു. വളരെ ചെറിയ വൃത്തിയുള്ള ഒരു പട്ടണമായിരുന്നു തക്ലാക്കോട്ട്. താമസിക്കുന്ന ഹോട്ടലിൽ നിന്നും തൊട്ടടുത്ത മലയുടെ മുകളിൽ പകുതിയിലധികം തകർക്കപ്പെട്ട ഒരു വലിയ മൊണാസ്ട്രി കാണാം. ദലൈലാമയുടെ ഭരണകാലത്ത് ഗവർണർ താമസിച്ച് ഭരണം നിർവഹിച്ചിരുന്ന സിബ്ലിംഗ് ഗോംബ എന്ന മൊണാസ്ട്രി ആയിരുന്നു ഇത്. വലിയ ഗ്രാമത്തിന് നടുവിലൂടെ വേണം ഈ മൊണാസ്ട്രിയിലേക്ക് പോകുവാൻ. ഗ്രാമവും ഏറെക്കുറെ തകർന്ന നിലയിൽ തന്നെയായിരുന്നു. ഭൂരിഭാഗം വീടുകളും താമസയോഗ്യമല്ലാത്ത രീതിയിൽ തകർക്കപ്പെട്ടിരിക്കുന്നു. ബാക്കിയുള്ള വീടുകളിലും താമസമുള്ളതായി തോന്നിയില്ല. പ്രേതനഗരം പോലെ വിജനമായിരുന്നു ഇവിടം. ടിബറ്റ് ചൈനയുടെ നിയന്ത്രണത്തിലായതോടെ ചൈനീസ് സമയമാണ് ഇവിടെ പാലിക്കുന്നത്. നമ്മളുടെ സമയത്തേക്കാൾ 2.5 മണിക്കൂർ മുന്നിലാണ് ബീജിംഗ് സ്റ്റാൻഡേർഡ് ടൈം. മൊണാസ്ട്രിയിലേക്കുള്ള വഴിയിൽ ചെറിയ ടിബറ്റൻ പ്രാർത്ഥനാലയങ്ങളും കാണാം. ടിബറ്റൻ സമയപ്രകാരം 9 മണി കഴിഞ്ഞതുകൊണ്ട് മൊണാസ്ട്രിയിലേക്കുള്ള യാത്ര ഉപേക്ഷിച്ച് ഞങ്ങൾ പതുക്കെ തിരിച്ചു നടന്നു. പിറ്റേന്ന് കാലത്ത് പുറത്തിറങ്ങിയ ഞങ്ങൾ ഒരു ചെറിയ ബുദ്ധക്ഷേത്രത്തിൽ പ്രാർത്ഥനാചക്രങ്ങൾ കറക്കി നടക്കുന്ന ഭക്തരെ കണ്ടു. ഈ ചെറിയ മൊണാസ്ട്രിയിൽ ട്രെയിൻ വീലുകൾ കറക്കി നടക്കുന്ന ചിത്രങ്ങൾ എടുക്കുന്നതിനിടയിൽ നേരെ എതിർവശത്തായി ഒരു പട്ടാള ക്യാമ്പ് ഉണ്ടായിരുന്നു. ഇന്ത്യക്കാരെയെല്ലാം സംശയത്തോടെ വീക്ഷിക്കുന്ന അവർ 2 പട്ടാളക്കാർ റോട്ടിൽ നിന്ന് ഞങ്ങൾ ക്യാമ്പിൻ്റെ ചിത്രങ്ങൾ എടുക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. യാത്രയുടെ 11ാം ദിവസം രാവിലെ ദാർച്ചനിലേക്ക് യാത്ര തിരിച്ചു. ദാർച്ചൻ എന്ന ടിബറ്റൻ വാക്കിൻ്റെ അർത്ഥം വലിയ കൊടി എന്നാണ്. വൈശാഖ പൗർണമിയുടെ അന്ന് ഇവിടെ കൈലാസയാത്രയുടെ ഭാഗമായി ഒരു വലിയ കൊടി ഉയർത്തു. വളരെ ദൂരത്തു നിന്നേ കാണാവുന്ന ഉയരത്തിലുള്ള ഈ കൊടി കാരണമാണ് ദാർച്ചൻ എന്ന പേര് വന്നത്. പോകുന്ന വഴിയിൽ രാക്ഷസ്ഥാലിൻ്റെ തീരത്ത് നിർത്തി. സോമാഫാം അല്ലെങ്കിൽ സോമാവാങ് എന്ന് വിളിക്കുന്ന മാനസരോവറും ഏകദേശം 15,000 അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. മാനസരോവറിൻ്റെ 3 കിലോമീറ്ററോളം പടിഞ്ഞാറായി ഹംഗാക്സോ എന്ന് വിളിക്കുന്ന രാക്ഷസ്ഥാലും. തൊട്ടടുത്താണ് 2 തടാകങ്ങളെങ്കിലും മാനസരോവർ പവിത്രമായ ഒരു തടാകമാണെങ്കിൽ രാക്ഷസ്ഥാൽ എല്ലാവരാലും തിരസ്കരിക്കപ്പെട്ട് കിടക്കുന്ന ഒരു തടാകമാണ്. മാനസരോവറിലെ ജലം പവിത്രമായാണ് കാണുന്നതെങ്കിൽ രാക്ഷസ്ഥാലിലെ വെള്ളം ആരും ഉപയോഗിക്കാറില്ല. ഇങ്ങനെ എല്ലാവരാലും തിരസ്കരിക്കപ്പെട്ട് കിടക്കുന്നതിന് പിന്നിലും ഒരു കഥയുണ്ടത്രേ. രാക്ഷസ രാജാവായിരുന്ന രാവണൻ്റെ ഇഷ്ടദേവനായിരുന്നു പരമശിവൻ. ഒരിക്കൽ പരമശിവനെ കാണുന്നതിന് കൈലാസത്തിലെത്തിയ രാവണനെ നന്ദികേശൻ തടഞ്ഞു. അപ്പോൾ രാവണനിൽ ഒരു മോഹമുദിച്ചു. സർവ്വവിധ ഐശ്വര്യങ്ങളും നിറഞ്ഞ ലങ്കയിൽ കൈലാസം ഒരു അലങ്കാരമായിരിക്കുമെന്ന്. കൈലാസം എടുത്ത് ലങ്കയിൽ കൊണ്ടുപോകണമെന്ന് രാവണൻ ഉറപ്പിച്ചു. ആദ്യം കയറുപയോഗിച്ച് കെട്ടിവലിക്കുവാനായി ശ്രമം. പക്ഷേ ഫലമുണ്ടായില്ല. ഇന്ന് കൈലാസത്തിൽ കാണുന്ന പാടുകൾ അന്ന് രാവണൻ കെട്ടിയ കയറിൻ്റെ പാടുകളാണെന്നാണ് വിശ്വാസം. കയർ കെട്ടി വലിക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടെങ്കിലും അതിൽ പിന്തിരിയാൻ രാവണൻ തയ്യാറായിരുന്നില്ല. തൻ്റെ കൈകൾ ഉപയോഗിച്ച് കൈലാസം ചുവടോടെ പിഴുതു കൊണ്ടുപോകാനായി അടുത്ത ശ്രമം. അപ്പോൾ കൈലാസം ഒന്ന് വിറകൊണ്ടു. പാർവതീദേവിയും പരിവാരങ്ങളും ഭയന്നത് കണ്ട് പരമശിവൻ തൻ്റെ പെരുവിരൽ കൈലാസത്തിന് മുകളിൽ ഒന്ന് അമർത്തി. അതോടുകൂടി രാവണൻ്റെ കൈകൾ പുറത്തെടുക്കുവാൻ കഴിയാതെ കൈലാസത്തിൻ്റെ അടിയിൽപ്പെട്ടു. സഹസ്രാബ്ദങ്ങളോളം നീണ്ട ആ കിടന്ന കിടപ്പിൽ കിടന്ന് രാവണൻ ശിവസ്തുതികൾ പാടുകയും ശിവപ്രീതി നേടുകയും ചെയ്തു. തുടർന്നാണ് രാവണനെ ശിവൻ മോചിപ്പിച്ചത്.
രാവണന്റെ കണ്ണീരും വിയർപ്പും വീണ് രൂപപ്പെട്ടതുകൊണ്ടാണ് ഈ തടാകത്തിലെ ജലം എല്ലാവരാലും തിരസ്കരിക്കപ്പെട്ട് കിടക്കുന്നത് എന്നാണ് വിശ്വാസം. ഇതിലെ വെള്ളം കുളിക്കുന്നതിനോ കുടിക്കുന്നതിനോ ഉപയോഗിക്കാറില്ല. ഏകദേശം 77 സ്ക്വയർ മൈൽ ചുറ്റളവുള്ള ഈ തടാകം 140 സ്ക്വയർ മൈലോളം വ്യാപിച്ചു കിടക്കുന്നു. രാജസ്ഥാനിൽ നിന്നും കുറച്ചുകൂടി കിഴക്കോട്ട് പോയാൽ മാനസരോവറിൻ്റെ തീരത്തെത്തും. മാനസരോവറിൽ സ്നാനം ചെയ്ത ശേഷമാണ് കൈലാസ പ്രദക്ഷിണത്തിനായി പോകുന്നത്. ഏകദേശം 70-80 കിലോമീറ്റർ ചുറ്റളവിൽ 200 സ്ക്വയർ മൈൽ വിസ്തീർണത്തിലാണ് മാനസരോവർ. രാക്ഷസ്ഥാലിൻ്റെയും മാനസരോവറിൻ്റെയും തീരത്തുള്ള കാഴ്ച വളരെ മനോഹരമായിരുന്നു. ഉച്ച കഴിഞ്ഞതോടെ ദാർച്ചനിലെത്തി. ഭക്ഷണം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ആകെ മഴക്കാർ വന്ന് മൂടിയിരിക്കുന്ന അന്തരീക്ഷം. പിറ്റേന്ന് കൈലാസ പ്രദക്ഷിണത്തിന് ബാധിക്കുമോ എന്ന ആശങ്കയിലായിരുന്നു യാത്രികരെല്ലാം. പിറ്റേന്ന് കാലത്ത് ബസ്സിൽ 8 കിലോമീറ്ററോളം സഞ്ചരിച്ച് ഞങ്ങളെ യമദ്വാറിലെത്തിച്ചു. കാൽനടയായി പ്രദക്ഷിണം ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ്. ഇവിടെ 2 വാതിലോട് കൂടിയ ഒരു ചെറിയ ക്ഷേത്രം കാണാം. ഒരു ചെറിയ കല്ലെടുത്ത് 3 തവണ ഈ ക്ഷേത്രം പ്രദക്ഷിണം വെച്ച് ഒരു വാതിലിലൂടെ കയറി മറുവാതിലിലൂടെ ഇറങ്ങിയാൽ മരണപീഡകളിൽ നിന്നും മരണഭയത്തിൽ നിന്നും മോചനം ലഭിക്കും എന്നാണ് വിശ്വാസം. അതുകൊണ്ട് മരണദേവനായ യമദേവൻ്റെ പേരിലാണ് ഈ സ്ഥലം. യമദ്വാർ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഇവിടെ വെച്ചാണ് ടിബറ്റൻ പോർട്ടർമാരും കുതിരകൾ ആവശ്യമുള്ളവർക്ക് കുതിരകളും യാക്കുകളെയും ലഭിക്കുന്നത്. പോർട്ടർമാരുടെ കൂട്ടത്തിൽ ചെറിയ കുട്ടികൾ വരെ ഉണ്ടായിരുന്നു. കൂടെയുണ്ടായിരുന്ന തിലക് രാജിൻ്റെ പോർട്ടറായി വന്നത് ഒരു 10-13 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറിയ പെൺകുട്ടിയായിരുന്നു. ചൈനീസ് അധിനിവേശത്തിന് ശേഷം കൊച്ചുകുട്ടികൾ പോലും ജോലി ചെയ്യേണ്ടി വരുന്നത് സാമ്പത്തികമായി അത്രയും ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാകാം. കാങ് റിംപോച്ചെ എന്ന് വിളിക്കുന്ന കൈലാസം ലോകത്തിൻ്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്നാണ് ടിബറ്റൻ വിശ്വാസം. ഏകദേശം 55 കിലോമീറ്റർ ദൂരമുള്ള കൈലാസത്തിൻ്റെ പ്രദക്ഷിണം 3 ദിവസം കൊണ്ടാണ് സാധാരണ ചെയ്യാറ്. ദൃശ്യത്തിൽ കാണുന്നത് പോലെ ഏറ്റവും കഠിനമായ ദണ്ഡനമസ്കാരം നടത്തി പ്രദക്ഷിണം ചെയ്യുന്നവരെയും കാണാം. ഈ 55 കിലോമീറ്റർ ദൂരം പ്രദക്ഷിണം പൂർത്തിയാക്കാൻ ഏകദേശം 15 മുതൽ 20 ദിവസം വരെ എടുക്കും. ഇതുകൂടാതെ നിൻകോർ എന്ന് വിളിക്കുന്ന ഒരു ദിവസം കൊണ്ട് ചെയ്യുന്ന പ്രദക്ഷിണവും ടിബറ്റുകാർ ചെയ്യുന്നത് കാണാം. യമദ്വാറിൽ നിന്നും അധികം കഴിയും മുമ്പ് തന്നെ മഴ പെയ്തിരുന്നതിനാൽ ക്യാമറ മിക്കവാറും പുറത്തെടുക്കുവാനേ കഴിഞ്ഞിരുന്നില്ല. ഏകദേശം 16,600 അടി ഉയരത്തിലുള്ള ഡെറാപുക്കിലാണ് ആദ്യ ദിവസം യാത്ര അവസാനിപ്പിക്കുന്നത്. കൈലാസത്തിൻ്റെ വടക്ക് ഭാഗത്താണ് ഡെറാപുക്ക്. ഡെറാപുക്കിലെത്തുമ്പോൾ കൈലാസവും ചുറ്റുമുള്ള മലകളുമെല്ലാം മഴക്കാർ വന്ന് മൂടിയ നിലയിലായിരുന്നു. കനത്ത തണുപ്പായിരുന്നുകൊണ്ട് റൂമിൽ വിശ്രമിക്കുന്നതിനിടെയാണ് ഉറക്കെയുള്ള പ്രാർത്ഥനകൾ കേട്ടത്. മേഘങ്ങൾ മാറി പതുക്കെ കൈലാസം ദൃശ്യമാകുവാൻ തുടങ്ങിയിരുന്നു. കൈലാസത്തിന് മുകളിൽ ഡെംചോക്ക് എന്ന ദേവനും പത്നി ഡോർജെ ഫങ്മോയും വസിക്കുന്നു എന്നാണ് ടിബറ്റുകാരുടെ വിശ്വാസം. ഡെംചോക്കിന് ധർമ്മപാലൻ എന്നൊരു പേര് കൂടിയുണ്ട്. ഡോർജെ ഫങ്മോയ്ക്ക് വജ്രവരാഹി എന്നും. ഒരു കൈയിൽ ത്രിശൂലവും മറുകൈയിൽ ഡമരുവുമായി പുലിത്തോലിൽ പരിവാരങ്ങളോടുകൂടി വസിക്കുന്ന ഡെംചോക്കിൻ്റെ കഥകൾക്ക് പരമശിവന്റെ കഥകളുമായി സാമ്യമുണ്ട്. ഹിന്ദുക്കളും ബുദ്ധമതവിശ്വാസികളും കൂടാതെ ജൈനമതക്കാരും ടിബറ്റിൻ്റെ പ്രാചീന ഗോത്രമായ ബോൺ വിഭാഗക്കാരും ഒരുപോലെ കൈലാസത്തിൽ വിശ്വസിക്കുന്നു. ഇവിടെ നിന്നും ഒരു 2 കിലോമീറ്റർ കൂടി മുകളിലോട്ട് പോയാൽ ചരൺ സ്പർശിലെത്താം. കൈലാസത്തിൻ്റെ പാദമാണ് ചരൺ സ്പർശ് എന്നാണ് വിശ്വാസം. കൈലാസത്തിലെ മഞ്ഞുരുകി വരുന്ന ഒരു അരുവിയും കാണാം. ഈ അരുവിയുടെ അരികു പിടിച്ച് കൈലാസത്തിൻ്റെ തൊട്ടടുത്ത് വരെ നമുക്ക് ഇങ്ങനെ ചെല്ലാം. ചരൺ സ്പർശിലേക്കുള്ള യാത്ര എത്ര നടന്നിട്ടും എത്താത്തതുപോലെ തോന്നി.
കൈലാസത്തിൽ നിന്നും വീണുറഞ്ഞു കിടക്കുന്ന കാങ്ജാം എന്ന മഞ്ഞുമലയുടെ മുൻപിലായി കൈലാസപർവ്വതവും കാണാം. ചരൺസ്പർശിൽ ഇവിടെയാണ് കൈലാസത്തിൻ്റെ പാദമായി സങ്കല്പിച്ച് വിളക്കും ചന്ദനത്തിരികളും കത്തിച്ച് പ്രാർത്ഥിക്കുന്നത്. കൈലാസത്തിലെ മഞ്ഞുരുകി കൈലാസപതിയുടെ പാദങ്ങളിലൂടെ ഒഴുകി വരുന്ന അഭിഷേകജലം പോലെ കരുതുന്ന വെള്ളവും ശേഖരിച്ച് തിരിച്ചു നടന്നു. കൈലാസ പ്രദക്ഷിണത്തിലെ ഏറ്റവും കഠിനമായ യാത്രയായിരുന്നു രണ്ടാം ദിവസത്തേത്. ഏകദേശം 19 കിലോമീറ്ററോളം ദൂരം വേണം രണ്ടാം ദിവസം നടക്കാൻ. അതുകൊണ്ട് പുലർച്ചെ തന്നെ യാത്ര ആരംഭിച്ചിരുന്നു. യാത്ര തുടങ്ങുമ്പോഴേ മഞ്ഞ് പെയ്യുന്നുണ്ടായിരുന്നു. റെയിൻകോട്ടിലും തൊപ്പിയിലുമെല്ലാം മഞ്ഞ് പറ്റി പിടിച്ചു തുടങ്ങി. ഈ യാത്രയിലെ ഏറ്റവും കഠിനമായ ഭാഗമായിരുന്നു ഏകദേശം 18,800 അടി ഉയരത്തിലുള്ള ഡോൾമ ചുരത്തിലേക്കുള്ള കയറ്റം. ഡോൾമാല അഥവാ താരാദേവിയാണ് ഇവിടെ ആരാധിക്കുന്നത്. ശ്രീകണ്ഠ് യാത്രയിൽ നയൻ സരോവറിൽ നിന്നുള്ള യാത്രയെ അനുസ്മരിപ്പിക്കുന്നതാണ് ഡോൾമാലയിലേക്കുള്ള കയറ്റം. ഡോൾമ ചുരത്തിൻ്റെ 200 അടിയോളം താഴെയായി ഗൗരികുണ്ട് കാണാം. ലോകത്തിലെ ഏറ്റവും ഉയരെ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകമാണ് ഗൗരികുണ്ട്. ചെറിയ ചെറിയ കുളങ്ങൾ പോലെയായിരുന്നു ഇപ്പോൾ ഗൗരികുണ്ട്. സ്വാമി പ്രണവാനന്ദ 1946 മാത്രമാണ് മഞ്ഞുരുകിയ നിലയിൽ ഈ തടാകം കണ്ടത് എന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനു മുമ്പുള്ള എല്ലാ യാത്രകളിലും കനത്ത മഞ്ഞുപാളികൾ വെട്ടി വേണമായിരുന്നു ഗൗരികുണ്ടിൽ നിന്നും ജലമെടുക്കാൻ. മൂന്നാം ദിവസം സുഞ്ചിപ്പൂയിന് 8 കിലോമീറ്റർ ദൂരം കൂടി സഞ്ചരിച്ച് വാഹന സൗകര്യമുള്ള സ്ഥലത്ത് വെച്ച് ബസ്സിൽ കയറി. യാത്രയുടെ 14-ാം ദിവസവും 15-ാം ദിവസവും മാനസരോവറിൻ്റെ തീരത്തായിരുന്നു തങ്ങിയിരുന്നത്. ഉച്ചയ്ക്ക് 12 മണി കഴിയാതെ മാനസരോവറിൽ ഇറങ്ങരുതെന്നും കുളിക്കരുതെന്നും കർശന നിർദ്ദേശം ഉണ്ടായിരുന്നെങ്കിലും ഇത്രയെടുത്ത് താമസിച്ചിട്ട് പലരും അത് പാലിച്ചിരുന്നില്ല, പ്രത്യേകിച്ച് ഞങ്ങൾ. കാലത്ത് 6 മണിയായപ്പോഴേക്കും മാനസരോവറിൽ കുളിച്ചു. തലേന്ന് രാത്രി പുലരുവോളം മാനസരോവറിൻ്റെ തീരത്ത് തന്നെയായിരുന്നു ഞങ്ങൾ ചിലവഴിച്ചത്. 15-ാം ദിവസം മഹാരാഷ്ട്ര സ്വദേശിയായ രാജേന്ദ്രൻ നായിക്കിൻ്റെ നേതൃത്വത്തിൽ പ്രത്യേക പൂജകളും പ്രാർത്ഥനകളും നടത്തി.
ജീവിതത്തിൽ ഇന്നുവരെ കാണാത്ത ഒരു കാഴ്ചകളായിരുന്നു അന്ന് വൈകുന്നേരം കണ്ടത്. ഇത്രയും മനോഹരമായ ഒരു സന്ധ്യാദൃശ്യം ഇതിനു മുമ്പ് ജീവിതത്തിൽ ഒരിക്കലും കണ്ടിരുന്നില്ല. മഴക്കാറും മഴവില്ലും ഇതിനു മുമ്പ് ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിലും ഭൂമിയിൽ നിന്ന് തുടങ്ങി ഭൂമിയിൽ അവസാനിക്കുന്ന 150 ഡിഗ്രിയിലധികം വലിപ്പമുള്ള ഒരു മഴവില്ല് ജീവിതത്തിൽ ആദ്യമായി കാണുകയായിരുന്നു. മാത്രമല്ല സൂര്യപ്രകാശവും മേഘങ്ങളും നിറഞ്ഞ വളരെ മനോഹരമായ ഒരു ആകാശവും ആ ദൃശ്യങ്ങൾ പ്രതിഫലിക്കുന്ന മാനസരോവറും. മാനസരോവറിൻ്റെ തീരത്തെ വിശേഷങ്ങളും കാഴ്ചകളും കണ്ട് ലിപ്പുലേഖ് ചുരം കടന്ന് ഓം പർവ്വതത്തിൻ്റെ കാഴ്ചകളുമായി നമുക്ക് യാത്ര തുടരാം.